വാർത്തകൾ തുടരുന്നു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന യൂസഫ് അലി കേച്ചേരിയുടെ സ്മരണയ്ക്കായുള്ള കവിതാ പുരസ്കാരം കവി ബക്കർ മേത്തലയ്ക്ക് സമ്മാനിച്ചു. എറണാകുളം ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ കവിയും മാധ്യമപ്രവർത്തകനുമായ MS ബനീഷാണ് പുരസ്കാരം നൽകിയത്. കവിതയ്ക്കുള്ള യൂസഫ് അലി കേച്ചേരി പുരസ്കാരത്തിന് കവിയും ഗാനരചയിതാവുമായ ബക്കർ മേത്തലയെ അർഹനാക്കിയത് DC ബുക്സ് പ്രസിദ്ധീകരിച്ച ചാള, ബ്രാൽ, ചെമ്മീൻ തുടങ്ങിയ ചില മത്സ്യങ്ങളെക്കുറിച്ച് എന്ന കാവ്യ സമാഹാരമാണ്. യൂസഫ് അലി കേച്ചേരി ഫൗണ്ടേഷനാണ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 15,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം ബക്കർ മേത്തലയ്ക്ക് MS ബനീഷ് നൽകി. ഭയാന്തകാരെ സഖാത്വമേവ എന്ന് സംസ്കൃതത്തിൽ സിനിമാ ഗാനം എഴുതിയ യൂസഫ് അലി കേച്ചേരി എക്കാലത്തെയും രാഷ്ട്രീയ വർഗീയ ഭയങ്ങളുടെയും ഇരുട്ടിൽ നിന്ന് സഖാത്വത്തിന്റെ വെളിച്ചത്തിലേക്ക് കുതിക്കാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നുവെന്ന് MS ബനീഷ് പറഞ്ഞു. അപ്പോൾ വലിയ രീതിയിലുള്ള ഭയാന്തകാരം നമ്മളെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരയാക്കപ്പെടുന്നവർ എന്ന് ഉദ്ധരണിക്കകത്താണ് ഞാൻ ആ വാക്ക്, ഇരയാക്കപ്പെടുന്നവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സമുദായത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങേയറ്റം മഹത്വവൽക്കരിക്കപ്പെട്ട, അങ്ങേയറ്റം കഠിനമാണെന്ന് പറയപ്പെടുന്ന സംസ്കൃത ഭാഷയിൽ എഴുതിയ ഗാനത്തിനകത്ത് സഖാത്വം എന്ന വാക്ക് വരുന്നു. സഖാത്വം എന്ന വാക്കും സഖാവ് എന്ന വാക്കും തമ്മിൽ ഒരു ചേർച്ചയുണ്ടാവുന്നു. അതുകൊണ്ട് സഖാവെ എന്ന് വിളിക്കുമ്പോൾ അത് ഏറ്റവും വലിയ സൗഹൃദത്തിലേക്കുള്ള ഒരു വിളിയായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഭയാന്തകാരത്വത്തിൽ നിന്ന് ഒരു സഖാത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയെ പലതരത്തിൽ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാത്തരം മതയാഥാസ്ഥിതികത്വങ്ങളെയും എതിർത്ത കവിയായിരുന്നു യൂസഫ് അലി കേച്ചേരി എന്ന് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ബക്കർ മേത്തല പറഞ്ഞു. മതയാഥാസ്ഥിതികതയോട്, പൗരോഹിത്യത്തോട് പടപൊരുതിയയാളാണ്. ഈ അവസാനം നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഖുർആൻ പണ്ഡിതർ അങ്ങയെ കഠിനമായി വിമർശിക്കുന്നുണ്ടല്ലോ. കൃഷ്ണഭക്തി എന്ന് പറയുന്നത് ശിർക്കാണ്. ശിർക്ക് ദൈവത്തിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കലാണ്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പൊറുക്കപ്പെടാത്ത പാപങ്ങളിലൊന്നാണ്. അപ്പോൾ അതിനദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ ഖുർആന്റെ ആഴങ്ങൾ അറിഞ്ഞവനും മനസ്സിലാക്കിയവനുമാണ്. വിശദീകരണം പറയുന്നുണ്ട് അദ്ദേഹം. പക്ഷേ ഇപ്പോഴും മുസ്ലിം പൗരോഹിത്യം ഖുർആനെ ആഴത്തിൽ മനസ്സിലാക്കാതെ ഖുർആനാകുന്ന നാളികേരത്തെ പിച്ച് ചീന്തി അതിന്റെ ചകിരിയും മടലും മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ചിരട്ട പൊട്ടിച്ച് ഉൾക്കാമ്പ് കണ്ടെത്താൻ, അകത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് P. പ്രകാശ് അധ്യക്ഷനായ ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജമാൽ കൊച്ചങ്ങാടി, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് സെക്രട്ടറി ഡോക്ടർ നെടുമുടി ഹരികുമാർ, യൂസഫ് അലി കേച്ചേരി ഫൗണ്ടേഷൻ ചെയർമാൻ സലീം പുന്നിലത്ത്, സെക്രട്ടറി KD ഹരിദാസ്, പറവൂർ ലക്ഷ്മി കോളേജ് ഡയറക്ടറും അധ്യാപകനുമായ MV ജോസ് എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.